വയനാടിന്റെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ഇടയ്ക്കൽ കേവിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര. പാർക്കിങ്ങിൽ നിന്നും ടിക്കറ്റ് കൗണ്ടറിലേക്ക് കുറച്ചു ദൂരം നടക്കാനുണ്ട്. വെയിലിന്റെ കാഠിന്യം കണക്കിലെടുക്കാതെ ഞാൻ നടക്കാൻ തുടങ്ങി. ഒരുപാട് വഴിയോര കച്ചവടക്കാരെ നമുക്കിവിടെ കാണാം. നടന്നു പോകുമ്പോൾ അവരൊക്കെ കടയിൽ കയറാൻ വിളിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്നു. ഈ കാണുന്നത് ഒരു പള്ളിയാണ് കേട്ടോ, മദർ മേരിയുടെ. പാറകൾക്കിടയിൽ ഒരു പള്ളി. അത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. വെയിലിന്റെ കാഠിന്യം കൂടിക്കൂടി വന്നു. വല്ലാണ്ട് ദാഹിച്ചപ്പോൾ ഒരു മോര് കുടിക്കാമെന്ന് കരുതി ഒരു കടയിൽ കയറി. മൺകുടത്തിലെ മോര് ഗ്ലാസ്സിലേക്ക് കോരി ഒഴിക്കുന്ന കണ്ടപ്പോൾ വായിൽ കപ്പലോടി. ആ തണുത്ത മോര് കുടിച്ചപ്പോൾ ഒരു ആശ്വാസം. നല്ല മോര. ഏകദേശം 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് ടിക്കറ്റ് കൗണ്ടറിലേക്ക്. നടന്നു പോകുന്ന വഴിയെ കാപ്പിച്ചെടികൾ കാണാം. അങ്ങനെ കൗണ്ടറിലെത്തി ടിക്കറ്റ് എടുത്തു. മുതിർന്നവർക്ക് 50 രൂപയാണ് ടിക്കറ്റ്, കുട്ടികൾക്ക് 30. ഇവിടുന്ന് ഒരു 300 മീറ്റർ കുത്തനെയുള്ള കയറ്റമാണ്. പാറകൾക്കിടയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് അലൗഡല്ല. ഉണ്ടെങ്കിൽ തന്നെ അവർ സ്റ്റിക്കർ ചെയ്യും. എന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് തിരിച്ചു കിട്ടും കേട്ടോ. 2 വഴികളാണ് കേവിലേക്ക് പോകാനായിട്ടുള്ളത്. പാറകൾക്കിടയിലൂടെ പോകാൻ പറ്റാത്തവർക്ക് സ്റ്റെയർ വരുന്നുണ്ട്. ഞാൻ എന്തായാലും പാറകൾക്കിടയിലൂടെ പോകാൻ തീരുമാനിച്ചു. നമുക്ക് നാച്ചുറലായിട്ടുള്ള രീതിയിൽ തന്നെ മുകളിലോട്ട് കയറാം. കുറച്ച് കഷ്ടപ്പെട്ടാലും ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ. ഇത് വേണ്ട, അവരൊക്കെ കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വഴി കൂടെ ആണ് നമുക്ക് പോകാൻ കേട്ടോ. പടികളൊക്കെ ഉണ്ട്. ചെറിയ ഇടുക്കാണ്, പാറ ഇടുക്കാണ്. തല മുട്ടാറ് നോക്കണം ഗൈസ്. അപ്പോൾ കയറി വരുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാറ ഉണ്ടോ, അപ്പോൾ അവിടെ തല മുട്ടാതെ നോക്കണം. ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ കയറി വന്നേട്ടോ. വയനാട്ടിലെ അമ്പുകുത്തി മലയുടെ മുകളിൽ നമ്മളെ കാത്തിരിക്കുന്നത് ചരിത്രത്തിന്റെ വലിയൊരു നിഗൂഢതയാണ്. എടയ്ക്കൽ ഗുഹകൾ. ശരിക്കും ഇതൊരു ഗുഹയല്ല, 2 കൂറ്റൻ പാറകൾക്കിടയിൽ മറ്റൊരു പാറ വന്ന് വീണുണ്ടായ ഒരു അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇടയിലുള്ള കല്ല് അഥവാ എടയ്ക്കൽ എന്ന് വിളിക്കുന്നത്. 8000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ പാറകളിൽ കൊത്തിവെച്ച ചിത്രങ്ങൾ ഇന്നും ഇവിടെ കേടുകൂടാതിരിപ്പുണ്ട്. ചൂടത്തുനിന്ന് കയറി വന്നിട്ട് കേവിനകത്തോട്ട് കയറുമ്പോൾ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. ഇതിൻ്റെ കണ്ടോ, ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ കയറി വന്നത്. അതായത് കല്ലിൻ്റെ ഇടുക്കിലൊന്നും പെട്ടു വരുത് കാല്. അതുപോലെ പാറയിൽ തലയിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. സിന്ധു നദീതട സംസ്കാരവുമായി വരെ ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ രൂപങ്ങളും ലവകുശന്മാരുടെ അമ്പേറ്റ് മല പിളർന്നതാണെന്ന ഐതിഹ്യവുമൊക്കെ ചേരുമ്പോൾ ഇടയ്ക്കൽ വെറും ഒരു കാഴ്ചയല്ല, അതൊരു അനുഭവമായി മാറുന്നു. ഈ വഴി കണ്ടോ, ഈ വഴിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഈ വഴിയും കയറി വരാം. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വഴിയാണ്. മറ്റേത് പാറയിടുക്കിലൂടെ വരാം. ഉറപ്പായിട്ടും ഈ ഒരു വഴിയായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആണ്, കുറച്ചും കൂടെ ഭയങ്കര രസമാണ് അതിൽ കൂടെ കയറി വരാനായിട്ട്. ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്കുള്ളൊരു വ്യൂ ആണ് കണ്ടോ. നമ്മൾ അത്രയും ഹൈറ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മുടവാട്ട് കിഴങ്ങെന്ന് പറയും തമിഴ്നാട്ടിലെ. അത് ശരീരത്തിലുള്ള എല്ലാ വേദനകളും, ജോയിന്റ് വേദന, മുട്ടുവേദന, കൈവേദന, എല്ലാ വേദനയും റിലീഫാവും അത് കഴിച്ച് സൂപ്പിട്ട് കഴിച്ചാൽ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, പക്ഷേ ഉപയോഗിക്കുന്നില്ല അത്. അതിനകത്തൊരു കിഴങ്ങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കുമ്പോഴാണ് ഈ ഒരു പെയിൻ റിലീഫിനൊക്കെ ഭയങ്കര ഗുണമുള്ള സാധനം എന്നാ പറഞ്ഞേ. അല്ല, ഇത് കേരളത്തിലെയാണ്. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ പറിച്ചിട്ട് വരും. പക്ഷേ കേരളത്തുകാർക്ക് ആർക്കും ഇതിനെ പറ്റി അറിയത്തില്ല. അല്ല, ഈ പാറയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന പാറയിലുള്ളതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. മരത്തിലും പിടിക്കും, പക്ഷേ പാറയിലുള്ളതാണ് ഏറ്റവും നല്ല ഗുണം. ഏകദേശം 300ഓളം പടികൾ കയറി ഈ മലമുകളിൽ എത്തുമ്പോൾ കിട്ടുന്ന ആ കാറ്റും ഗുഹയ്ക്കുള്ളിലെ നിശബ്ദതയും വല്ലാത്തൊരു വൈബ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ട്രിവാൻഡ്രത്തുള്ളവരാണ് കേട്ടോ. നമ്മുടെ ശ്രീകാര്യത്തുള്ള ആളുണ്ട്, പിന്നെ വേറെ എവിടെയൊക്കെയാ പറഞ്ഞേ, ആറ്റുകാല്, തിരുമല, എല്ലാം. ഞാൻ ഇന്നലെ ഇവിടെ എത്തിയുള്ളൂ, വയനാട്, കോഴിക്കോടായിരുന്നു. ഇനിയിപ്പോൾ വയനാട് കഴിഞ്ഞ് ഇനി പാലക്കാട്, അങ്ങനെ ഞാൻ ഒരു ഓൾ കേരള ട്രിപ്പിലാ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. സോളോ ട്രിപ്പ്, സോളോ ട്രാവലർ. ബൈ വോക്ക് അല്ലെങ്കിൽ ബസ്, അങ്ങനെയൊക്കെ തന്നെ. എൻ്റെ പേര് ഋഷികേഷ്. ബൈക്കില്ല. പോത്തങ്കോട്. നന്നാട്ടാവ്.
ഗൈസ്, അപ്പോൾ നമ്മുടെ നാട്ടുകാരെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. എവിടെയാണ്? പോത്തങ്കോടാണ്. പോത്തങ്കോട് എവിടെ? നന്നാട്ടമല്ലേ? എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇതാണ്. പിന്നെ അവർ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. മാത്രമല്ല കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അവർ ഈ പ്രായത്തിലും നല്ല ചുറുചുറുപ്പോടെ അവർ ആക്റ്റീവായിട്ട് ഇതെല്ലാം കയറി കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പ്രായത്തിലേ നമുക്ക് വയ്യ. അപ്പോൾ അവർ നമ്മുടെ പ്രായത്തിലൊക്കെ എന്ത് ആക്റ്റീവായിരുന്നാണ് ഗൈസ്. ഇവിടെ ഒരു അറിയിപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിശബ്ദത പാലിക്കുക, പാറകളിൽ വരയ്ക്കുന്നതും ഗുഹാചിത്രങ്ങളിൽ സ്പർശിക്കുന്നതും ശിക്ഷാർഹമാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇറങ്ങി ബ്രോ, ഇറങ്ങിയ ബൈ. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ കേവിനകത്തേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എടയ്ക്കൽ കേവ് എന്ന് പറയുന്നത്. അടിപൊളി സ്ഥലമാണ്. സ്റ്റെപ്പ് കയറി വന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം നമുക്കിത് ഈ ഒരു പോർഷനിലേക്ക് എത്തിച്ചേരാൻ കേട്ടോ. ഇതാണ് നമ്മുടെ കേവ്. ഇവിടെ ഒരുപാട് ഗുഹാചിത്രങ്ങൾ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. കണ്ടോ, ഇതൊക്കെ എൻഗ്രേവ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനാണ് എടയ്ക്കൽ എന്ന് പറയുന്നത്. എടയ്ക്കൽ എന്നൊക്കെ പറയാൻ കാരണം കല്ലുകളാണ്. കല്ലുകൾ ഇടയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇടയിലെ കല്ല് ഇടയ്ക്കൽ എന്ന് പേര് വരുന്നത്. ഇത് ഏകദേശം ഒരു 30,000-ഓളം വർഷം കാലപ്പഴക്കം പറയുന്നുണ്ട്. ശക്തമായ ഭൂചലനത്തിൽ കല്ലുകൾ പൊട്ടി മാറിയിട്ടാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ മനുഷ്യവാസം ഉണ്ടായതിന് തെളിവായിട്ടുള്ള ഗുഹാചിത്രങ്ങളും എഴുത്തുകളാണ്. അത് വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് ഗോത്രങ്ങൾ താമസിച്ചത് കൊണ്ടാണ് ഈ കല്ലുകൾ കൊണ്ട് കോറിവരച്ച ചിത്രങ്ങളും അതുകൂടാതെയുള്ള തമിഴ് ബ്രാഹ്മി എന്ന ലിപിയും പ്രാകൃത സംസ്കൃതവും. അപ്പോൾ ഈ എഴുത്തുകൾ നമുക്കൊരു BC 300 കാലഘട്ടങ്ങളാണ് പറയുന്നത്. അത് അർത്ഥം ഡീകോഡ് ചെയ്തിട്ടുമുണ്ട്. തമിഴ് ബ്രാഹ്മി വായിച്ചെടുത്തിരിക്കുന്നത് പൽപ്പുലി താനന്തകാരി വേടുങ്കോമലെ കച്ചവന് ചത്തി എന്നാണ്. അതിനർത്ഥം പറയുന്നത് വളരെയധികം മൃഗങ്ങളെല്ലാം വേട്ടയാടിയിട്ടുള്ള ഗോത്ര രാജാക്കന്മാർ ഇവിടെ താമസിച്ചിരുന്നതാണ്. പിന്നൊന്ന് പ്രാകൃത സംസ്കൃതം ശ്രീ വിഷ്ണുവർമ്മന കുടുംബിയ എന്ന് എഴുതിയിരിക്കുന്നു. കുടുംബിയ വംശത്തിൽപ്പെട്ട വിഷ്ണുവർമ്മന്റെ പിന്തുടർച്ചക്കാരാൽ എഴുതപ്പെട്ട ലിഖിതം എന്നാണ് എഴുത്തുകൾ പറയുന്നത്. നമുക്ക് ഗുഹാചിത്രങ്ങളും എഴുത്തുകളും കാണപ്പെടുന്നത് ഇതിനുള്ളിൽ കാണുന്നതാണ്. ആ 2 ലൈനായിട്ട് കാണപ്പെടുന്നതാണ്. ഓക്കെ, 2 ലൈനായിട്ട് കാണുന്നതാണ് എഴുത്തുകൾ, ഗുഹയിലുള്ള എഴുത്തുകൾ. അപ്പം നമുക്കിത് സമുദ്ര ലെവലിൽ നിന്ന് 4000 അടി ഹൈറ്റിൽ നിലകൊള്ളുന്ന റോക്ക് ഷെൽട്ടറാണ്. ഇത് ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം പറയുന്നത് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടി സുരക്ഷിതമായൊരു താവളം ആ നിലയ്ക്കാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എഴുത്തുഭാഷകളില്ലാത്തതിനാൽ ചിത്രങ്ങളിലൂടെ ആശയവിനിമയം ചെയ്തിരിക്കുന്നു. മനുഷ്യരൂപങ്ങളും മൃഗരൂപങ്ങളാണ് കൂടുതലായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗോത്ര രൂപങ്ങളിൽ തന്നെ തലപ്പാവോടുകൂടിയ രൂപങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിനുശേഷം നമുക്ക് ചക്രങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള വീൽക്കാട്ടുകളുടെ ചിത്രങ്ങളും ഇതിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. കണ്ടുപിടിക്കുന്ന ബ്രിട്ടീഷുകാരാണ്. 1894 കണ്ടുപിടിക്കുന്നത്. ബ്രിട്ടീഷ് മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫെഡറിക് പോർസെറ്റ് അദ്ദേഹം ഇതിൻ്റെ താഴ്വാരങ്ങൾ വരികയും അപ്പോൾ കുറേയധികം സ്റ്റോൺ വെപ്പൺസ് കിട്ടിയതിന് ശേഷം ട്രൈബ്സിനെ കൂട്ടിയാണ് ഈ റോക്ക് ഷെൽട്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇന്ത്യൻ ആന്റിക്വറി എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറിൽ ഒരു മാഗസിനിലൂടെയാണ് അദ്ദേഹം പുറലോകത്തേക്ക് അറിയാം. സാറിന്റെ പേര്? ബാബു. ബാബു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അത് തലപ്പാവാണല്ലേ? തലപ്പാവാണ്. തല, കൈകൾ, ബോഡി, ലെഗ്സ് വരെ. അതിന്റെ തന്നെ മറ്റൊരു ഭാഗം പുറന്നിരിക്കുന്ന ഒരു ഭാഗം കൂടി കാണാം. ശരി. കൈകൾ ഇങ്ങനെ ബാക്ക് സൈഡ്, ഇത് കാലുകൾ. ഇവിടെ നമുക്കൊരു മനുഷ്യന്റെ മുഖം മാത്രം കാണാം, കണ്ണ് മൂക്ക് ചുണ്ടുകളായിട്ട്. ശരി. അതിന്റെ മുകളിൽ ഒരു ആനയുടെ ഒരു ലോങ് ആർച്ച് പോലെ. പിന്നെ ഇവിടെ നമുക്ക് പ്രാകൃത ഒരു സ്ത്രീരൂപം കൂടി ഉണ്ട്. അവരുടെ കയ്യിൽ വന്നിട്ട് ഒരു കുട്ടിയുടെ ചിത്രം. അതിന് മുകളിൽ തലപ്പാവുണ്ടല്ലേ? അതുകൊണ്ട് പ്രാകൃത രൂപങ്ങളെല്ലാം തലപ്പാവോടുകൂടി രൂപങ്ങളായിട്ട് വരുമ്പോഴാണ് അതിലെ മാറ്റം വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കാണുന്ന ഈ റൗണ്ടുകളൊക്കെ സൂര്യനെ ദൈവമായി ആരാധിച്ചതിന് പ്രതിബിംബമായിട്ട് പറയുന്നത്. റൗണ്ട് അല്ല, സൺവർഷിപ്പ് ഗോഡ് എന്ന് പറയുന്നു. അതിന്റെ മുകളിൽ ഒരു ലോങ് ടൈൽ വീട്, ഒരു പീക്കോക്കിന്റെ ചിത്രം. ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഇതിന്റെ ഒരു മെയിൻ. നമുക്ക് ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് രൂപപ്പെട്ടത്. ഇപ്പൊ പറയുമ്പോ മനസ്സിലാവുന്നുണ്ട്. പറയുമ്പോ കറക്റ്റ് ആയിട്ട് ആ ഒരു തലപ്പാവും ആ ഒരു രൂപങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ഇടയിലെങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടു ഗൈസ്. പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല കേട്ടോ. അത്രയ്ക്ക് നാരോ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ഇപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഗ്രില്ല് വെച്ച് അടച്ചിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഈ സംഭവം. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ തീർന്നു ഗൈസ്. ദേ കണ്ടോ,
ചരിത്രവും പ്രകൃതിയും ഒന്നിക്കുന്ന ഈ എടക്കൽ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വയനാട് വരുമ്പോൾ ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരിടം തന്നെയാണിത്. ഇതുപോലുള്ള കൂടുതൽ സ്ഥലങ്ങളും ട്രക്കിംഗ് വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.